നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ നിങ്ങളെന്നെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ ലേസർ ഐമാക്സിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെന്ന്. കാരണം സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ഐമാക്സ് ആണ്. അപ്പോൾ ഞാൻ സ്ഥിരമായി പോകുന്നതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യാൻ നമുക്ക് ഊഹിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പോകുന്നതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ അത്രയും നല്ലതെന്ന് വെച്ചാണ്. പിന്നെ അവിടെ എന്തായാലും പോവുകയാണെങ്കിൽ അവിടെ 70 ഫീറ്റിൽ എപ്പിക് സ്ക്രീനും കൂടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ സ്ഥിരമായി പോകുമ്പോൾ രാവിലെ 9 മണിക്കുള്ള ട്രെയിനിന് പോകണമെന്ന് ഞാൻ ബസ്സിലാണ് അങ്ങോട്ട് പോകാറ്. വേണമെങ്കിൽ കൊച്ചി മെട്രോയും നമുക്ക് യൂസ് ചെയ്യാം. ബസ്സിൽ പോകണമെങ്കിൽ 15 രൂപയെങ്ങാണ്ടേ ആവുള്ളൂ. മെട്രോ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വന്നിറങ്ങാം. ബസ്സിലാണെങ്കിൽ കുറച്ച് നടക്കേണ്ടി വരും, അത്ര ഉള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ സ്ഥിരമായി പോകുന്നത് ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. 12678 എന്ന ട്രെയിനാണ്. 9:10 പോയി കഴിഞ്ഞാൽ 12:45 ആകുമ്പോഴേക്കും അവിടെ എത്തും. അത് 3.5 മണിക്കൂറേ ഉള്ളൂ ട്രാവൽ. എനിക്ക് ഈ ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നത് ഈ ട്രെയിനിലായിരുന്നു പണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ട്രെയിൻ ശീലമാണ്. കോയമ്പത്തൂരിലേക്ക് പൊതുവെ വൈകാതെ ഞാൻ ഇതുവരെ ഏറ്റവും വൈകി കണ്ടിട്ടുള്ള 15 മിനിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ട്രെയിൻ ഇഷ്ടമാണ്. ഈസിലി ടിക്കറ്റുകളും കിട്ടും നിങ്ങൾക്ക് പോകാൻ വേണ്ടി. ഈവൻ ഞായറാഴ്ച ആണെങ്കിൽ പോലും ടിക്കറ്റ് കിട്ടാൻ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എപ്പോഴും സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് എപ്പോഴും കിടക്കാറ്. പൊതുവേ കാലിയായിരിക്കും ട്രെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിത് എറണാകുളത്ത് നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ റെയറായിട്ടാണ് ഈ ട്രെയിൻ ലേറ്റ് ആവാറ്. പിന്നെ ടിക്കറ്റ് ട്രെയിൻ നിങ്ങൾ ബുക്കിംഗ് ചാർജറൊക്കെ 120 സംതിങ് അങ്ങനെ എന്തോ ആവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എല്ലാ മാസവും നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബസ്സിന് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സിന് നമ്മൾ വരുമ്പോൾ 15 രൂപയാണെങ്കിൽ മെട്രോന് വരുവാണെങ്കിൽ 20-30 രൂപ. അപ്പോൾ ഞാൻ അവിടെ ഒരു 15 രൂപ ലാഭിക്കുന്നു. അങ്ങനെ ഒരു ലാഭം അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബണ്ണ് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെ ഭക്ഷണം ബണ്ണാക്കാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ വണ്ടി കയറി കഴിഞ്ഞാൽ എനിക്ക് കോഫി കുടിക്കുന്നതിൻ്റെ ശീലമുണ്ട്. അപ്പം ഞാൻ കോഫിയൊക്കെ കുടിച്ച് കാഴ്ചയൊക്കെ ഉണ്ട് എൻജോയ് ചെയ്തിട്ടാണ് അവിടെ പോകുക. കാരണം ഒബ്വിയസ്ലി 9 മണിയുടെ ട്രെയിൻ ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകാം. ഞാൻ ഈ ട്രെയിനിന് പോകുന്നതിന് സ്പെസിഫിക് റീസൺ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഏർലി ആയിട്ട് അവിടെ എത്താനൊരു ട്രെയിനില്ല. അതുകൊണ്ടാണ് ഈ ട്രെയിൻ തന്നെ പോകുന്നത്. പിന്നെ അവിടെ മോർണിംഗ് ഷോ ഒക്കെ എത്താൻ പറ്റിയ ട്രെയിനിൽ ഇല്ലെങ്കിൽ നമ്മൾ വളരെ പുലർച്ചെ എത്തും. എനിക്കത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് 9 മണി ട്രെയിൻ പോണത്. അപ്പോൾ ഞാനൊരു വൈകുന്നേരം 3 മണി 4 മണി ഷോ ആണെങ്കിൽ അതാണ് ബുക്ക് ചെയ്യുക. അപ്പോൾ അതേ കോയമ്പത്തൂരിലെത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായി മിക്കവാറും 4th പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും വരാറ്. അപ്പോൾ ആ കാണുന്ന ടണലിലൂടെ വേണം നമുക്ക് 1A എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് പുറത്തോട്ട് വരാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് ബസ് കയറി പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനുള്ളിൽ കൂടി കയറി കഴിഞ്ഞാൽ കണ്ട ടണലാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പിൽ താഴത്തോട്ട് ഇറങ്ങി ഗ്രൗണ്ടിലോട്ട് എത്തി അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുന്നു. അതിൻ്റെ ഏറ്റവും എൻഡിൽ പിന്നെ റൈറ്റ് സൈഡ് കയറി നമ്മൾ 1A എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. 1 അല്ല കേട്ടോ, 1A. അപ്പോൾ അതിൽ കുറച്ച് നടക്കാനുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ പുതിയ പാട്ടൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ നടക്കാറ്. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി സംസാരിച്ച് കിടക്കും. ചിലർക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ആ പ്ലാറ്റ്ഫോം കയറി കഴിഞ്ഞാൽ കണ്ട 1A എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലെത്തി. അപ്പോൾ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വഴിയുണ്ട് പുറത്തോട്ടിറങ്ങാൻ. ഒന്നെങ്കിൽ നമുക്ക് എസ്കലേറ്റർ ഉപയോഗിക്കാം. അവിടെ എപ്പോഴും തിരക്കാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എക്സിറ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. ലെഫ്റ്റിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തുണ്ട് ഇറങ്ങുള്ളൂ. എസ്കലേറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായി ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോറിക്ഷ വിളിക്കാം. എനിക്ക് വേണം ഉബർ വഴി വിളിച്ച് കഴിഞ്ഞാൽ തന്നെ 180 രൂപയും കണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ട്രെയിൻ വെച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബോച്ചയുടെ അങ്ങനെ ട്രെയിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അതിവിടെയാണ് ബസ് സ്റ്റോപ്പുള്ളത്. ഞാൻ ഓട്ടോറിക്ഷയൊന്നും വിളിക്കാറില്ല. ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കോവൈ മെഡിക്കൽ സെൻറ്റർ KMCH എന്ന് പറഞ്ഞാൽ ഇതുപോലെ സിമ്പിൾ വെച്ചിട്ടുണ്ടോ ആ വണ്ടിയിൽ കയറുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് വഴി. എനിക്ക് വേണമെങ്കിൽ ഒരു 30 മിനിറ്റൊക്കെ അങ്ങോട്ടേ ഉള്ളൂ. അപ്പോൾ അതല്ല KMCH എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആ വണ്ടിയിൽ കയറുക, അതാണ് ഏറ്റവും ഈസിയസ്റ്റ് വഴി. പിന്നെ അങ്ങോട്ട് പറഞ്ഞില്ല ഒരു 30 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ച് നടക്കാനുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ കണ്ട ഇതിൻ്റെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കോവൈ മെഡിക്കൽ സെൻറ്റർ ഉണ്ട്, ഹോസ്പിറ്റൽ. അവിടെയാണ് ശരിക്കും ബസ് സ്റ്റോപ്പ്. അവിടെ നിന്ന് കുറച്ചങ്ങ് നടക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ നേരെ ഓപ്പോസിറ്റായി കാണുന്നത് കണ്ടോ, ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അവിടെയാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറണമെങ്കിൽ മനസ്സിലായോ. അതായത് ഈ KMCH ഹോസ്പിറ്റലിൻ്റെ ശരിക്കുള്ള ഒറിജിനൽ എൻട്രൻസ് നേരെ ഓപ്പോസിറ്റ് അന്നപൂർണ്ണ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് കിട്ടും അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതെ KMCH ഹെൽത്ത്. അപ്പോൾ ഈ ബോർഡ് വെച്ചതിന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോഡ്വേ സിനിമാസിൻ്റെ എൻഡിലത്തെ ആ റോഡിൻ്റെ ഏറ്റവും എൻഡിലാണ് ബ്രോഡ്വേ സിനിമാസ്. അപ്പം നമ്മളെത്തുന്ന ഒരു ഉച്ച ടൈമായിട്ട് നല്ല വിശപ്പായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി ബണ്ണൊക്കെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണമെന്നൊന്നുമില്ല. അവിടെ ഇഷ്ടംപോലെ കണ്ട റോട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഞാൻ പൊതുവേ കയറാറ് ഈ ഖാലിസ് ബിരിയാണിയിലാണ്. കാരണം വയറ് നിറയും, രാത്രി വരെ ഒന്നും തിന്നണ്ട, അതാണ് സത്യം. അവിടുത്തെ പന്തി ബിരിയാണിക്ക് എനിക്ക് കൊണ്ട് 299 രൂപയും കണ്ടാണ് ബിരിയാണി. ഫ്രൈഡ് ചിക്കൻ, അതിനകത്തൊരു ലെഗ് പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും, സാധാരണ ഉണ്ടാവും, മുട്ടയുണ്ടാവും, കൊക്കക്കോള ഉണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും. 299 രൂപയ്ക്ക് എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നുന്നൊരു ബിരിയാണിയാണത്. ഭയങ്കര ഗംഭീര ടേസ്റ്റാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ മോശമല്ല ഫുഡ്.
അപ്പോൾ നമ്മുടെ വയറ് നല്ലോണം നിറയും, അതാണ് സത്യം. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് റെസ്റ്റ് എടുത്ത് നമ്മളല്ലോ ഒന്നുകിൽ 3 മണി 4 മണി ആ ടൈമിൽ ഒരു ഷോ ഉണ്ട്, ആ ഷോ ആണ് നമ്മൾ മെയിൻ എടുക്കുക. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ആ ഷോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടെൻഷനൊന്നും അടിക്കാണ്ട് വരാൻ പറ്റും, അതാണ് സത്യം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് പതുക്കെ അകത്തോട്ട് ടിക്കറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് IMAX അറ്റ് ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ IMAX വിത്ത് ലേസർ, അതായത് ഫസ്റ്റ് ലെഫ്റ്റിൽ കാണുന്ന സ്ക്രീനാണ് IMAX. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ റൈറ്റ് എടുത്ത് നേരെ അതിനോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഈ 65 ഫീറ്റുള്ള സ്ക്രീനാണ്. എൻ്റെ അഭിപ്രായത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് IMAX ഞാൻ വിളിക്കുന്നത് സ്പെക്ക് കാരണമാണ്. സൗത്ത് ഇന്ത്യയിൽ ആകെ ഒരൊറ്റ ലേസർ സ്ക്രീനുള്ളൂ, അത് ഇതാണ്. അതിൻ്റെ ഒപ്പം ഇതിനകത്ത് 12 ചാനൽ ഓഡിയോ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആകെ 4 സ്ക്രീനിന് 12 ചാനൽ ഓഡിയോ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, സാധാരണ IMAXൽ ബാക്കിൽ 2 സ്പീക്കർ മാത്രമാണ് നിങ്ങൾക്ക് പുറത്ത് കാണുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്പീക്കറുകൾ പുറത്ത് കാണാൻ പറ്റും. ഒരു അറ്റ്മോസ് പോലെയൊക്കെ അത്ര സ്പീക്കറില്ല, കാരണം IMAX പൊതുവെ ഉപയോഗിക്കുന്ന ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ആയതുകൊണ്ട് അത്ര സ്പീക്കറിൻ്റെ ആവശ്യമില്ല അവർക്ക്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സൗണ്ട് നമുക്ക് തരിക എന്നുള്ളതാണ്, റാദർ ദാൻ ഈ സൗണ്ട് ഫ്ലോ ചെയ്യുന്ന പോലെ അറ്റ്മോസ് തരുന്ന പോലെ. 2 ഓപ്പോസിറ്റ് ടെക്നോളജി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്പീക്കേഴ്സൊക്കെ കാണാമല്ലോ, അതാണ് ലേസർ പ്രൊജക്ഷൻ. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലേസർ XT ആണ്. അപ്പോൾ ഇങ്ങനെയാണ് IMAXിൻ്റെ ലോഗോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീൻ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അന്ന് ഞാൻ കാണാൻ പോയത് ഡ്യൂണാണെന്ന് തോന്നുന്നു ഈ വീഡിയോ ചെയ്യുമ്പോൾ. അതുപോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊരു മിക്സ് ഓഫ് വീഡിയോസാണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാമെന്നുള്ളതെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിന്നെ സ്പീക്കേഴ്സൊക്കെ ജസ്റ്റ് കാണിച്ച് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടെ 4K ലേസർ 12 ചാനൽ സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡൽഹിയിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് PVR പ്രിയ, അത് ലേസർ XT ആണ്. പിന്നെ അവിടെ ഒരു ലേസർ കോളയുള്ള പ്രൊജക്ഷൻ ഉള്ളത്, കൊമേഴ്ഷ്യൽ ലേസർ എന്ന് പറഞ്ഞാൽ അവിടെയും 12 ചാനൽ സൗണ്ട് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് മുംബൈയിൽ ഒരെണ്ണമുണ്ട്, പിന്നെ ഒരെണ്ണമുള്ള ഇവിടെയാണ്. അതായത് 2 XT 12 ചാനലും 2 കോള 12 ചാനലും, അതായത് 4 ലേസർ പ്രൊജക്ഷൻ വിത്ത് 12 ചാനൽ ഇന്ത്യയിലുള്ളൂ. ഒരെണ്ണം സൗത്ത് ഇന്ത്യയിലാണ്, അത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിന് മുമ്പ് ഞാൻ തിരുവനന്തപുരത്താണ് പോയിക്കൊണ്ടത്, തിരുവനന്തപുരം തുറന്നു കഴിഞ്ഞിട്ട്. പിന്നെ ഒരു ഓപ്പൻഹൈമർ മുതലാണ് ഇങ്ങോട്ട് മാറിയത്. ഇടയ്ക്ക് ഞാൻ അന്ന് തിരുവനന്തപുരത്ത് പോകാറുണ്ട്, ഓക്കെ. പക്ഷെ എന്നാലും ഇവിടെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാരണം ക്വാളിറ്റി ഡിഫറൻസ് അത്രയും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത എയിലർ റോമുലസ് ആണ് ലാസ്റ്റ് ഇവിടെ പോയി കണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് IMAX എക്സ്പീരിയൻസ് ഒരെണ്ണമാണ് എനിക്കത് കിട്ടിയത്. എത്ര പറഞ്ഞാലും ഇത്രയും നല്ല രീതിയിൽ 12 ചാനൽ സൗണ്ട് യൂസ് ചെയ്ത സിനിമയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോലും ഈ ആഴ്ച ആ സിനിമയുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി നോക്കണമെന്നും കൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. ഇതാണ് അവിടെ ഞാൻ 3D സിനിമ കാണാൻ പോയപ്പോഴുള്ളൊരു ക്ലിപ്പാണത്. അതായത് ഈ IMAX ലേസർ 3D ഗ്ലാസ്സസ് ആണത്. IMAX വിത്ത് ലേസർ എന്നൊക്കെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സീനൻ 3D ഗ്ലാസ്സസ് ഇഷ്ടമല്ല, ഭയങ്കര വലുതാണ്, വെരി അൺകംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് നല്ല ഗ്ലാസ്സാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്, നിങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഇതാണ് ഏലിയൻ റോമുലസ് സ്കേത്ത്. ഒരു ഫുൾ സ്ക്രീനാണ് ഈ സിനിമ മുഴുവൻ നേരം. അതിൻ്റെ ഇപ്പോൾ 12 ചാനലിൻ്റെ കിടിലൻ സൗണ്ട് ഉണ്ട്. പിന്നെ ബ്രോഡ്വേ പോയി കഴിഞ്ഞാൽ അവർ ഇതുപോലെ സ്റ്റിക്കേഴ്സ് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ സ്റ്റിക്കേഴ്സ് തരുന്നത്. കാരണം നമ്മളവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എനിക്കൊരു കളക്റ്റബിൾ ഐറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാ PVR IMAX വരൊക്കെ കൊടുക്കേണ്ടതാണ്, പോസ്റ്റർ ഇതുപോലെയൊക്കെ എടുക്കണം. ഇതാണ് അവരുടെ ലോബി. ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഞാൻ ഈ ലോബി കാണിക്കുവാണ് നിങ്ങളെ. ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അടിപൊളിയാണ്. ഒരു പ്രത്യേക ലൈറ്റിങ്ങും ഒരു ചെറിയ പാലസിന് ടച്ചൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ മേലെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗ്ലാസ്സൊക്കെ കാണാം. എനിക്കവിടെ പണ്ടത്തെ സത്യം സിനിമാസ് അല്ലെങ്കിൽ അങ്ങനെ ഏതൊക്കെയോ ചെന്നൈയിലുള്ള അതിനോടൊരു സിമിലാരിറ്റി ഉണ്ട്. ഏതോ ഫ്രഞ്ച് ഡിസൈനർ ചെയ്തെന്നൊക്കെ അറിയാം. ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് ഏത് മൾട്ടിപ്ലക്സും പോലെ നല്ല കാശുമാണ് അതിന്. അതുകൊണ്ട് തന്നെ ഞാൻ വാണിംഗ് തന്നതാണ്. ഞാൻ പൊതുവെ അവിടെ നിന്ന് അധികം ഒന്നും കഴിക്കാറില്ല. എനിക്കിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ അത് കഴിക്കാറില്ല. ഇത് ഞാൻ ആ സിനിമ കഴിഞ്ഞ് എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ ഫാറ്റ് ടൈഗർ എന്നൊരു കടയുണ്ട്, അവിടെ കയറി 149 കോംബോ വാങ്ങിച്ചാണ്. അതായത് ലെമണേഡും ഫ്രൈസും 149 129 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അന്ന് തന്നെ എപ്പിക് സ്ക്രീനിൽ സിനിമ കാണാൻ കയറി. പൊതുവേ ഞാൻ അവിടെ പോകുമ്പോൾ IMAXലും എപ്പിക് സ്ക്രീനിലും കയറി കാണാറുണ്ട്. എൻ്റെ പേഴ്സണൽ അവിടുത്തെ എനിക്ക് ഏറ്റവും നന്നായിട്ട് അറ്റ്മോസ് എഫക്റ്റ് കിട്ടിയതും ഏറ്റവും നന്നായിട്ട് സാധാ സിനിമകൾ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നിട്ടുള്ള സിനിമകളാണ് ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മഞ്ഞുമ്പൽ ബോയ്സ് ആണെങ്കിൽ 3-4 തവണ കണ്ടു. പക്ഷേ ഇവിടെ കിട്ടിയ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഫുൾ സ്ക്രീനുള്ള സിനിമകളാണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് വന്നാലും IMAX വന്നാൽ ഇവിടെ ഞാൻ എന്തെങ്കിലും എപ്പിക്കിലും കയറും. ഈ സ്ക്രീൻ ഭയങ്കര അടിപൊളിയാണ്. ഇതിനും IMAX പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി IMAXിനേക്കാൾ വലിയ സ്ക്രീനാണെന്ന് എനിക്ക് തോന്നുന്നത്. 70 ഫീറ്റ് ഉണ്ട്, കാരണം ഇവിടുത്തെ IMAX 65 ഫീറ്റേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ സീറ്റ്സും IMAXിൽ പോലെ തന്നെ നല്ല അടിപൊളി സീറ്റ്സാണ്. IMAXിൽ ആക്ച്വലി ഫ്രണ്ടിൽ ലൗഞ്ചസ് ഉണ്ട്, ഇവിടെ അതില്ലാന്നേ ഉള്ളൂ. ഫുൾ ബ്ലാക്ക് ഔട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. നല്ല കിടിലാണ് എപ്പിക്ക്. ഞാനിവിടെ നിന്ന് ആദ്യമായിട്ട് എപ്പിക് സ്ക്രീനിൽ ഫുൾ സ്ക്രീനായിട്ട് കണ്ട സിനിമ ജയിലറായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇവിടെ ട്രെയിനെന്ന് വെച്ചാൽ 10 മണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനുള്ളൂ. 10:30 11:30 ട്രെയിനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടംപോലെ സമയം കാണും. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ഞാൻ സ്ഥിരമായി ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ക്രീനിൽ കയറി IMAX സിനിമ കാണും, അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സ്ക്രീനിൽ കയറി സിനിമ കാണും. പക്ഷേ മിക്കവാറും എപ്പിക്കുന്നതായിരിക്കും കാണാം. പക്ഷേ അല്ലാത്ത സ്ക്രീനുകളും ഞാൻ കയറാറുണ്ട് രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി, കാരണം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി.
ഞാൻ ചില സമയത്ത് ഈ 2 സ്ക്രീനിലും ബെസ്റ്റായിട്ട് എക്യുപ്ഡ് ആയ സിനിമകൾ വരാറുണ്ട്. ആ സമയത്താണ് ട്രാവൽ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആദ്യം കണ്ടത് ഇവിടെ ഒപ്പൻഹൈമറും ജയിലും ഒരുമിച്ചാണ്. രണ്ടും കിഡിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. 2 സ്ക്രീനിലും തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന സിനിമകളായിരുന്നു, ഫുൾ സ്ക്രീനായിട്ട് കാണുന്ന സിനിമകളായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇവിടെയും കാണാം. ടിക്കറ്റൊക്കെ അത്യാവശ്യമുണ്ട്, നല്ല ആളുമുണ്ട് ഇവിടെ എപ്പിക് സ്ക്രീനിൽ. എപ്പിക്ക് നമുക്ക് കോഴിക്കോട് ഉണ്ടുണ്ട്, പക്ഷേ ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. അപ്പോൾ ഇത്രയാണ് സിനിമ കാണാനുള്ള എക്സ്പീരിയൻസ്. അവിടെ ഈ പുറത്ത് സിനിമ കഴിഞ്ഞ് രാത്രി ഞാൻ തിരിച്ചു പോരുമ്പോൾ എടുത്താണത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഭയങ്കര കിടിലൻ മൾട്ടിപ്ലക്സ് ആണ്. അവിടെ എല്ലാ സ്ക്രീനും 4K ലേസർ അറ്റ്മോസ് ആട്ടോ, ഈ 2 വലിയ സ്ക്രീനിലുണ്ട്. അപ്പം പൊതുവേ ഞാൻ ഈ 2 വണ്ടിയിലാണ് തിരിച്ചു വരാറ്. ഈ ട്രെയിനുകൾ ആക്ച്വലി ലേറ്റ് ആവാറുണ്ട് ഇടയ്ക്കൊക്കെ, പക്ഷെ എന്നാലും ഞാനൊരു ടാബൊക്കെ ആയിട്ടാണ് പോകാറ്. അപ്പോൾ അവിടെ നിന്ന് സിനിമയൊക്കെ ഉണ്ട്, സമയം കളയും 11:30 ആവാൻ വേണ്ടി. അപ്പോൾ രാത്രി ട്രെയിൻ കയറി കഴിഞ്ഞാൽ പുലർച്ചെ നമ്മൾ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം സമയമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എത്രമാത്രം ഫുഡും മറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് നിൽക്കുക. ഞാൻ ഐമാക്സിൽ മാത്രം കാണാൻ പോയപ്പോൾ 800-700 രൂപയ്ക്ക് പരിപാടി തീർത്തിട്ടുണ്ട്, സിനിമ കണ്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 സിനിമകളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റ് കൂടും. എത്ര വന്നാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചാണ് ആ ബഡ്ജറ്റ് വരുന്നതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെയാണ് ഞാൻ സൗകര്യമായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഹെൽപ്പ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത്രയും തന്നെ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.